ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമല്ലേ? എങ്ങനെയുണ്ട് പഠനമൊക്കെ? നല്ല രീതിയിൽ തന്നെ പോകുന്നില്ലേ? ഇന്നേ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ യൂട്യൂബ് യൂസ് ചെയ്തിട്ടുള്ള പഠനത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, യൂട്യൂബ് മാത്രം യൂസ് ചെയ്തിട്ട് എങ്ങനെ പഠിക്കാൻ പറ്റും അങ്ങനെയൊക്കെ. എനിക്കും തോന്നി അതൊരു മീൻസ് അതൊക്കെ ഒരു വാലിഡ് ആയിട്ടുള്ള ഡൗട്ട് തന്നെയാണ്. യൂട്യൂബ് മാത്രം യൂസ് ചെയ്ത് പഠിച്ചിട്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിലൊക്കെ വരാൻ പറ്റുമോ എന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു കാര്യം പറയട്ടെ, അങ്ങനെ ഒരു ഡൗട്ടേ വേണ്ട, പറ്റും. ഓക്കെ, കാരണം അത്രയും നമുക്ക് സോഴ്സുകളും റിസോഴ്സുകളും ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിലാണ് ഇപ്പം നമ്മൾ, അതായത് സിസ്റ്റം അങ്ങനെയാണുള്ളത്. അത് ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നോട്ട്സും സോറി നോട്ട്സ് അല്ല, ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ അവൈലബിൾ ആണ്. അപ്പം എന്താ, ഞാനും ഇങ്ങനെയാണ് അത് യൂട്യൂബ് യൂസ് ചെയ്തിട്ടാണ് പഠനം ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം. ഞാൻ 2024 പഠനം ആരംഭിച്ച സമയത്ത്, അതായത് ഞാൻ ഈ പറയുന്ന സമയത്ത് പലർക്കും ബോറടിക്കുന്നുണ്ടാവും. ഞാൻ എപ്പോഴും പറയും 2024 ജൂണിൽ എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും വീഡിയോ തുടങ്ങുന്നത് തന്നെ. അപ്പം എന്തായാലും അത് പറയുന്നത് നിവൃത്തിയില്ല. കാരണം എന്താ, ഒരു നമ്മൾ പറയുന്ന ഒരു കാര്യത്തിൽ ക്ലാരിറ്റി ഇല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർക്ക് എന്താ ഒരു വ്യക്തത ഉണ്ടാവില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ 2024 ജൂണിലാണ് ഞാൻ പഠനം ആരംഭിക്കുന്നത്. ആ സമയത്ത് എനിക്ക് റാങ്ക് ഫയൽ യൂസ് ചെയ്ത് എങ്ങനെ പഠിക്കേണ്ടത് എന്നുള്ള കാര്യം അറിയണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, റാങ്ക് ഫയൽ വാങ്ങണം എന്നുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഞാനിപ്പോൾ റാങ്ക് ഫയൽ വാങ്ങാമെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഇൻ കേസ് എനിക്കിത് കുറച്ച് കഴിഞ്ഞിട്ട് നിർത്തി പോകാൻ തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു ബുക്ക് എനിക്കൊരു ഭാരമായിട്ട് ഇരിക്കില്ലേ, ഇത്രയും പൈസ കൊടുത്തൊരു ബുക്കൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു കേട്ടോ. അത് ഇത് എൽഡിക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചു തുടങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുന്നേ 3.5 മാസം ഉണ്ടായിരുന്നു. അപ്പോൾ ആ 3.5 മാസം കൊണ്ട് ഇൻ കേസ് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നേരെ തിരിച്ച് എൻ്റെ ജോലിയിലേക്ക് പ്രവേശിക്കാം എന്നായിരുന്നു ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ എന്താ എന്നാൽ എനിക്ക് അത്ര താല്പര്യത്തോടു കൂടി ചെയ്തൊരു ജോലി അല്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇതിൽ തന്നെ പിടിച്ച് നിൽക്കണം എന്നുള്ളതും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ 100% കൊടുത്ത ആ ഒരു എക്സാമിന് വേണ്ടി എഫേർട്ട് എടുത്ത് പഠിച്ചെങ്കിൽ പോലും എനിക്ക് ലിസ്റ്റിൽ ഇടം പിടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ സ്റ്റോറിക്ക് മുൻപ് ഞാൻ കുറേ വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. പക്ഷേ എനിക്ക് അതും ആ ഒരു കാര്യം ഉണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, അതായത് ഇങ്ങനെ ഒരു എമൗണ്ട് ഇതിന് റാങ്ക് ഫയലിന് വേണ്ടി ചിലവാക്കാന്ന് പറയുമ്പോൾ എനിക്കത് വലിയ പ്രശ്നമായിട്ടുണ്ടായിരുന്നുന്ന്. അതായത് ബുക്ക് വാങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് പറയുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടിനപ്പുറത്തേക്ക് ഈ ഒരു ബുക്ക് ഞാൻ പഠിച്ച് തീരില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ട്. അതാണ് ഫസ്റ്റത്തെ കാര്യം. ഓക്കെ. എനിക്ക് ആ ഒരു, അതായത് ഇപ്പോൾ ഇത്രയും വലിയൊരു ബുക്ക് കാണുന്ന സമയത്ത് നമുക്കത് എനിക്കറിയില്ല, എനിക്കത് പഠിച്ചു തീർക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളായിരുന്നു. പക്ഷേ ഒരാളെ എനിക്കിങ്ങനെ ക്ലാസ്സസൊക്കെ എടുത്ത് തന്ന ഒരാളിനോട് ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഥ പറഞ്ഞു തരുമ്പോൾ എനിക്കത് കേട്ടിരിക്കാനും പറയാം, മീൻസ് അതൊക്കെ മനസ്സിലാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ ഇതേപോലെ തന്നെ കുറേ ടൈം എടുത്ത് നമ്മളൊരു ബുക്ക് ഇരുന്ന് വായിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടായിട്ടാണ് തോന്നാറ്. പക്ഷേ ഇപ്പോൾ ഞാൻ റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ട്. എന്നാൽ ഫുള്ളി റാങ്ക് ഫയൽ യൂസ് ചെയ്തിട്ട് ഞാനൊരു കാര്യം മൊത്തം പഠിച്ചെടുക്കുക അങ്ങനെയല്ല ചെയ്യാറ്. ഞാൻ ചെയ്യാറുള്ള മെത്തേഡ് എന്ന് പറയുന്നത്, ഞാൻ ഓൾറെഡി മീൻസ് ഒരു തവണ ഒരു വീഡിയോ ക്ലാസ് എന്തെങ്കിലും കാണും. അതിനുശേഷമാണ് ഞാൻ യൂട്യൂബ് സോറി ഈ റാങ്ക് ഫയൽ എടുത്ത് വായിക്കുക. അപ്പോഴേ എനിക്ക് ക്ലിയർ ആവാറുള്ളൂ. അത് ചിലപ്പോൾ എൻ്റെ ഒരു പ്രശ്നമായിരിക്കും, എൻ്റെ ഒരു ഫോൾട്ടായിട്ട് അങ്ങനെ ഉള്ളൊരു പ്രശ്നമായിരിക്കാം കേട്ടോ. ഇതിൻ്റെ ഒരു ഡിഫോൾട്ട് സെറ്റിംഗ് പോലെയാണ്. അതായത് എനിക്ക് ഇങ്ങനെ പഠിക്കാൻ പറ്റുള്ളൂ. ഞാൻ എത്ര ശ്രമിച്ചാലും ഒരു റാങ്ക് ഫയലോ അല്ലെങ്കിൽ ഒരു നോട്ട് നോക്കിയിട്ട് എനിക്ക് വായിച്ചെടുത്തോ പഠിക്കാൻ പറ്റാറില്ല. അപ്പോൾ ഞാൻ ഇപ്പോഴും ചെയ്യാറുള്ള കാര്യം ഇത് തന്നെയാണ്. ഒരു തവണ ഒരു ക്ലാസ് എന്തെങ്കിലും കാണും. ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം റാങ്ക് ഫയൽ വായിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നോട്ട്സ് എടുത്ത് വായിക്കുകയോ ചെയ്യാറുണ്ട്. ഇപ്പോഴാണ്, അതായത് ഇപ്പോൾ 2025 പകുതിയൊക്കെ ആയപ്പോഴാണ് ഞാൻ റാങ്ക് ഫയൽ വാങ്ങാന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഡിഗ്രി ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്ന സമയത്ത്. ആ സമയത്ത് ഞാൻ വാങ്ങിയ ബുക്ക് എന്ന് പറയുന്നത് ലക്ഷ്യയുടെ റാങ്ക് ഫയലാണ്. ഓരോ സബ്ജക്റ്റിനും ഒരു റാങ്ക് ഫയൽ എന്നുള്ള രീതിയിൽ ഒരു സെറ്റ് ഓഫ് റാങ്ക് ഫയൽസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബുക്ക് നല്ലത് തന്നെയാണ് കേട്ടോ. അപ്പോൾ റാങ്ക് ഫയൽസിനെ കുറിച്ച് എന്തെങ്കിലും റിവ്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ എന്തായാലും അതിനെക്കുറിച്ച് പറയാം. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പം ഞാൻ ആ സമയത്ത്, അത് ശരിക്കും ഞാൻ ഇപ്പോൾ മൊത്തം 3 ലിസ്റ്റിലാണ് ഉള്ളത്. 3 ലിസ്റ്റിൽ പറയുമ്പോൾ ബിഎഫ്1 ലിസ്റ്റിൽ ഇപ്പം ഞാൻ നിലവിലില്ല. കാരണം ഞാൻ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യാൻ പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ബാക്കി 2 ലിസ്റ്റുകൾ, ഒന്ന് എഎസ്എമ്മും പിന്നെ ലാബ് അസിസ്റ്റൻറ്റും. അപ്പോൾ ഈ 2 റാങ്ക് ലിസ്റ്റിലും എനിക്ക് കയറാൻ പറ്റിയതിൽ ഒരു 99% മീൻസ് റീസൺ എന്ന് പറയുന്നത് യൂട്യൂബാണ്. യൂട്യൂബ് അല്ലാതെ വേറെ സോഴ്സ് ഒന്നും ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ബാക്കി 1% എന്ന് പറയുന്നത് ടെലഗ്രാമിലൊക്കെ വരുന്ന നോട്ട്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അല്ലാതെ വേറെ എനിക്ക്, അതായത് ഏത് ലൈക്ക് ഞാൻ എന്തിനാണ് മേജർ സോഴ്സായിട്ട് എടുത്തത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും യൂട്യൂബിൻ്റെ കാര്യം മാത്രമേ പറയുള്ളൂ. കാരണം അത്രമാത്രം റിസോഴ്സുകളൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ശരിക്കും പറഞ്ഞാൽ മുൻപൊക്കെ ഞാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, യൂട്യൂബ് നമുക്കിങ്ങനെ ക്ലാസ്സിന് പോകാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് അങ്ങനെ പഠിക്കാൻ പറ്റിയിട്ടില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷേ ഇപ്പം അത് ശരിക്കും പറഞ്ഞാൽ പൈസ ഇല്ല എന്നുള്ളത് ശരിക്കും പറഞ്ഞ റീസണായിട്ട് ഇപ്പോൾ കൺസിഡർ ചെയ്യാൻ പോലും പറ്റില്ല. നമുക്ക് യൂട്യൂബിൽ, അതായത് യൂട്യൂബിൽ എവിടെയെങ്കിലും വൈഫൈ ഉള്ള സ്ഥലത്ത് ചെന്നിട്ട് ഇതൊന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച് വീട്ടിൽ വന്നിരുന്ന് കാണാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാനുള്ള റിസോഴ്സ് ഉണ്ട് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. കാരണം അത്രമാത്രം നോട്ട്സും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. അത് എന്ത് സബ്ജക്റ്റിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും. ഇപ്പം ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്ന ക്ലാസ്സസ് എന്ന് പറയുന്നത് ആസ്ത അക്കാഡമിയുടെ ക്ലാസ്സാണ്. അപ്പം അന്നൊക്കെ ഞാൻ ഫുള്ളി ആസ്ത അക്കാഡമി, ഒരു ദിവസം ആസ്ത അക്കാഡമിയിൽ നിന്ന് അജിത് സാറിൻ്റെ ക്ലാസ് കാണുന്നത് ഞാൻ കിടന്നുറങ്ങിയ ഒരു ദിവസം പോലും എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. എൽ ഡി പ്രിപ്പറേഷൻ ടൈമിൽ എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും എല്ലാ ദിവസവും ഒരു 4-5 മണിക്കൂറെങ്കിലും ഞാൻ സാറിൻ്റെ ക്ലാസ് കേൾക്കാണ്ടിരിക്കൂല. അത്രയും ചുരുങ്ങിയത് കേട്ടോ. അതായത് ആ സമയത്ത് എനിക്ക് ആ ലിസ്റ്റിൽ കയറി പറ്റാന്നുള്ള അത്രയും ആഗ്രഹമുണ്ട്. ഞാൻ അങ്ങനെ ഇരുന്ന് പഠിക്കുമായിരുന്നു. 4-5 മണിക്കൂർ സാറെ യൂട്യൂബ് ക്ലാസ് മാത്രം.
ഓക്കെ. അപ്പൊ ഏത് സമയം സാറിന്റെ ക്ലാസ് ഇങ്ങനെ അത് സാർ ഇങ്ങനെ എന്ത് സംസാരിക്കണം എന്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കുക. ഇപ്പോഴൊരു ടൈം വരെ ഉണ്ടായിരുന്നത്. അപ്പം എന്താ അത്ര ഞാൻ സാറിന്റെ ക്ലാസ് കാണാറുണ്ടായിരുന്നു. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ വെറുതെ ഒരു തവണ നമുക്ക് ഒരു കാര്യം ഒരു തവണ കേൾക്കുമ്പോഴത്തേനും അത് മനസ്സിലാവണം അല്ലെങ്കിൽ ഓർമ്മയിൽ നിൽക്കണം അല്ലെങ്കിൽ അത് ക്ലിയർ ആവണം എന്നില്ല. നമ്മൾ ഒരുപാട് തവണ ആ സാധനം റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമേ നമ്മുടെ ബ്രെയിനിൽ കാര്യങ്ങളൊക്കെ സ്റ്റക്ക് ആയി നിൽക്കുള്ളൂ. അപ്പം ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള ഒരു കാര്യം ഒരു തവണ യൂട്യൂബിൽ വീഡിയോ കാണും. ഓക്കെ. ഒരു ടോപ്പിക് അതൊരു സബ്ജക്റ്റ് ഇപ്പോൾ ഹിസ്റ്ററി ആണെന്നുണ്ടെങ്കിൽ യൂറോപ്യന്മാരുടെ ആഗമനം മുതൽ ഇപ്പോൾ 1956 അതിന് ശേഷമുള്ള കേരളം അങ്ങനെ ഒരു ഭാഗം വരെ ആണല്ലോ കേരള ചരിത്രം നോക്കുന്ന സമയത്ത്. അപ്പം ഈ ടോപ്പിക് ഒരു തവണ കാണും. അങ്ങനെ എല്ലാ ടോപ്പിക്സും ഒരു തവണ കണ്ടതിന് ശേഷം വീണ്ടും ഇത് റിവിഷൻ എന്നുള്ള രീതിയിൽ വീണ്ടും കാണും. പിന്നെയും അത് കാണും. അതായത് എത്ര തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ ഈ സബ്ജക്ട്സ് മാക്സിമം എത്ര തവണ റിപ്പീറ്റ് ചെയ്യാൻ പറ്റും അത്ര തവണ റിപ്പീറ്റ് ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ ഞാൻ. ഇത് ഒരൊറ്റ തവണ ക്ലാസ് കേട്ടിട്ട് നോട്ട്സ് എഴുതിയിട്ട് അങ്ങനെ വിടുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര തവണ നമ്മളിത് വീണ്ടും 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 എത്ര തവണ കേൾക്കുന്നു അത്രത്തോളം സാറിൻ്റെ ശബ്ദം എൻ്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് മലയാളം ഫെസ്റ്റിവൽ എന്നുള്ള ചാനലിലുള്ള നിമി മിസ്സിന്റെ ക്ലാസ് ഞാൻ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നത് ചിലർക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് അടിക്കുന്നുണ്ട്. ഈ മിസ്സിന്റെ ക്ലാസ് എങ്ങനെയാ ഒരു തവണ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലായില്ലല്ലോ. അതങ്ങനെ ഒരു തവണ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. അത് വീണ്ടും 2, 3, 4 2 തവണയെങ്കിലും 2, 3 തവണയെങ്കിലും നിങ്ങൾ ആ സാധനം റിപ്പീറ്റ് അടിച്ച് കേട്ട് കഴിഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് അതിലുള്ള ഓരോ കാര്യങ്ങളും മനസ്സിലാവും. അത്രയും സിമ്പിളായിട്ടാണ് മിസ് അതിൽ ക്ലാസ് എടുക്കുന്നത്. മലയാളം അതുപോലെ തന്നെ GK സബ്ജക്ട്സ് ഒക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ പറ്റും ഈ മെത്തേഡിൽ കേട്ടോ. പിന്നെ മലയാളത്തിനാണ് ഞാൻ ടെലഗ്രാം ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇംഗ്ലീഷും അങ്ങനെ തന്നെയാണ്. ഇംഗ്ലീഷ് പിന്നെ യൂട്യൂബിൽ നമുക്ക് ക്ലാസ്സസ് ഒക്കെ അവൈലബിൾ ആണ്. പക്ഷേ മലയാളത്തിന് ഞാൻ മലയാളം മിമി മിസ്സിൻ്റെ മലയാളം ഫസ്റ്റ് ബെൽ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മാത്സിന് ജെറിൻ സാർ ഇതൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് അത് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ പണ്ടൊക്കെ പറഞ്ഞാൽ ആയിരങ്ങളോ എത്ര തൗസൻഡ്സ് ഓഫ് റുപ്പീസ് നമ്മൾ ഓരോ ബുക്സ് വാങ്ങാനും ഇതിനൊക്കെ വേണ്ടി ചിലവാക്കിയിട്ടുണ്ടാവും. ഇപ്പോഴും ഇത് വാങ്ങുന്നത് തെറ്റാണെന്ന് പറയണില്ല. ആൻഡ് ഓഫ് കോഴ്സ് ഞാനും ഇപ്പോൾ റാങ്ക് ഫയൽ വാങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും വാങ്ങാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു വലിയ ദുഃഖമായിട്ടൊന്നും കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം ഇതൊന്നും ഇല്ലാതെ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. അതാണ് ഫസ്റ്റ് മനസ്സിലാക്കേണ്ട കാര്യം. ഇതൊന്നും കിട്ടാതെ മീൻസ് ഇതൊന്നും യൂസ് ചെയ്താണ് ഞാൻ 10th ലെവൽ എക്സാംസ് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. ക്ലാസ്സസ് ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റുന്നില്ല. കോഴ്സസ് ഒന്നും എടുക്കാൻ പറ്റണില്ല. അങ്ങനെയൊക്കെയാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞാൻ പറയാന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ക്ലാസ്സസ് തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങിക്കോ. ഒരു പേടിയും വേണ്ട. യൂട്യൂബിൽ തന്നെ ക്ലാസ്സസ് അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം SCRT പഠിക്കുക എന്നുള്ളതാണ്. SCRT പഠിക്കാനും നിങ്ങൾക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ആയിട്ടുള്ള പ്രശ്നമുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ബുക്സും കാര്യങ്ങളൊക്കെ വാങ്ങാനും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ SCRTയുടെ ബുക്സ് ഡൗൺലോഡ് ചെയ്തിട്ട് പഠിക്കാം. അപ്പം സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രശ്നം എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഒരു റീസൺ ആയിട്ട് ആരും പറയാൻ പാടില്ല. ഓക്കെ. അതാണ് എനിക്ക് മനസ്സിലായത്. കാരണം ആ സമയത്ത് ഞാൻ അങ്ങനെ വലിയൊരു പൈസ യൂസ് ചെയ്തിട്ട് മീൻസ് ഒരു എന്താ പറയുക ഈ ഒരു PSC പഠനം ആരംഭിച്ച സമയത്ത് വലിയൊരു ഫണ്ട് എനിക്ക് ഈ പഠനത്തിന് വേണ്ടിയിട്ട് ഇറക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ഓരോ കോഴ്സസും ക്ലാസ്സുകളൊക്കെ എടുത്തു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എനിക്കെന്താ ഇപ്പം അത് വേണം എന്ന് തോന്നിയത് കൊണ്ടാണ്. അത് ഇപ്പോൾ ഇവിടെ യൂട്യൂബിലൊന്നും അവൈലബിൾ അല്ലേ ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ കൂടുതൽ അതിന് വേണ്ടി നോക്കിയിട്ടില്ല. പക്ഷേ എനിക്ക് സൈലത്തിൻ്റെ ക്ലാസ് ഞാൻ കുറച്ച് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. സൈലത്തിൻ്റെ ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടും സൈലത്തിൻ്റെ ക്ലാസ്സാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ കഴിഞ്ഞ കൊല്ലത്തെയും ഡിഗ്രി ലെവൽ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാനും ഞാൻ സൈലത്തിൻ്റെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം ആ സമയത്തും എനിക്ക് അതിലുള്ള കുറേ ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് എനിക്ക് ഭയങ്കര ഓക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് എന്ത് ഒരു പ്രശ്നം ഉണ്ടെന്ന് അറിയാം. ഇപ്പോൾ എനിക്ക് ക്ലാസ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് വില കൊടുത്തും ആ ക്ലാസ് മീൻസ് ആ ടീച്ചേഴ്സിൻ്റെ ക്ലാസ് തന്നെ കാണണം എനിക്ക് തോന്നുന്നു. എനിക്ക് അതേപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എനിക്ക് എക്കണോമിക്സ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാട്ടോ. എനിക്ക് പഠിച്ചെടുക്കുക മീൻസ് നമ്മൾ അതൊരു ടൈം വരില്ല നമുക്ക് എക്കണോമിക്സ് ഒക്കെ പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ സബ്ജക്റ്റ് എടുക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ലേ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് വീണ്ടും ആ സബ്ജക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു ഫാക്കൽറ്റിനെ കിട്ടിയാൽ മാത്രം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ നിങ്ങളുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ എനിക്ക് എക്കണോമിക്സ് എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു. അപ്പം എനിക്ക് ഞാൻ വേറെ എന്തൊക്കെ എടുത്തിട്ട് എനിക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് നമുക്ക് ഫാക്റ്റ് അതായത് ജസ്റ്റ് ഫാക്റ്റ് മാത്രം മനസ്സിലാക്കാനാണെന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. ജസ്റ്റ് നോട്ട്സും കാര്യങ്ങളൊക്കെ വായിച്ചാൽ മതി. പക്ഷേ എന്താണ് കോൺസെപ്റ്റ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അത്രയും നല്ല രീതിയിൽ പഠിപ്പിച്ച് തരുന്ന ഒരാളുടെ അതായത് അങ്ങനത്തെ ഒരു ക്ലാസ് നമുക്ക് വേണമല്ലോ. അപ്പം ഡിഗ്രി ലെവൽ നോക്കിയ സമയത്ത് എനിക്ക് നമ്മുടെ സൈലത്തിലുള്ള ശരത് സാറിൻ്റെ ക്ലാസ് ശരത് എന്നല്ല സാറിൻ്റെ പേര് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സാറിൻ്റെ ക്ലാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാറിൻ്റെ പിന്നെ അതിന് ശേഷം എനിക്ക് ശരത് സാറിൻ്റെ ക്ലാസ് അല്ലാതെ എനിക്ക് വേറെ എന്ത് പഠിച്ചിട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവണില്ല. വേറെ ടീച്ചേഴ്സ് മോശമാണ് എന്നുള്ളതല്ല അതിൻ്റെ ഒരു ഉദ്ദേശം കേട്ടോ. ചിലപ്പം നിങ്ങൾക്ക് ഇതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കാം ഉണ്ടാവുക. പക്ഷേ എനിക്കെന്തോ ശരത് സാറിൻ്റെ ക്ലാസ് കേട്ട് ശരത് സാറിൻ്റെ ക്ലാസ് എക്കണോമിക്സിന് പറ്റണുള്ളൂ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് എനിക്ക്. അതേപോലെ തന്നെ എനിക്കിപ്പോൾ തോന്നുന്നത് 10th ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ കാസ്റ്റ് അക്കാഡമി അല്ലാതെ എൻ്റെ മൈൻഡിൽ വേറൊരു സംഭവം എൻ്റെ മൈൻഡിൽ വരുന്നത് മാത്സ് 10th ലെവൽ എക്സാം ഈസ് ഈക്വൽ ടു
എന്താ അതായത് ജികെ പോർഷൻ ഈസ് ഈക്വൽ ടു ആസ്ത അക്കാഡമി, മാത്സ് ഈസ് ഈക്വൽ ടു എന്താ മലയാളം, സോറി എന്താ ജെറിൻ സാറിന്റെ മാത്സ് ക്ലാസ്സസ്, മലയാളം ഈസ് ഈക്വൽ ടു എന്താ മലയാളം ഫെസ്റ്റിവലിൽ മിമ്മി മിസ്. ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതല്ലാതെ എനിക്ക് വേറെ ഒന്നും കേൾക്കാനും പറ്റുന്നില്ല, വേറൊന്നും മനസ്സിലാക്കാനും പറ്റില്ല. വേറെ എത്ര ടീച്ചേഴ്സ് വന്ന് എടുത്താലും എനിക്കത് മനസ്സിലാവണില്ല. മേ ബി ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ളതോ അല്ലെങ്കിൽ വേറൊരു സംഭവം എനിക്കിതുവരെ കണ്ടെത്താൻ പറ്റാത്തത് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ മേ ബി ഞാൻ ഇങ്ങനെ എൻ്റെ മൈൻഡിനെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പഠിപ്പിച്ചത് കൊണ്ടായിരിക്കാം, എൻ്റെ പ്രശ്നമായിരിക്കാം കേട്ടോ. എനിക്കെന്തായാലും ഈ ഇത്രയും ഞാൻ പറഞ്ഞതിനപ്പുറത്തേക്ക് വേറൊന്നും എനിക്ക് മനസ്സിലാവണില്ല. ലൈക്ക് എനിക്കിതല്ലാതെ വേറൊന്നും പഠിക്കാൻ പോലും പറ്റണില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സോഴ്സും ഇല്ല, പഠിക്കാനുള്ള സാമ്പത്തികമല്ല, അല്ലെങ്കിൽ വേറൊന്നും പറ്റുന്നില്ല, വേറെ കോഴ്സൊന്നും എടുക്കാനുള്ള ഒരു തരത്തിൽ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അവരോട് എന്താ പൈസ ചോദിച്ചിട്ട് ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നില്ല, 10th ലെവൽ എക്സാംസിനെ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഞാൻ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെ കാര്യം അങ്ങനെ പറയണില്ല, കാരണം ഞാനിപ്പോൾ ഓൾറെഡി കോഴ്സ് എടുത്തിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങളോട് വന്നിട്ട് ഞാൻ നിങ്ങൾ ഡിഗ്രി ലെവലാണെങ്കിൽ ഇങ്ങനെ പഠിച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയണതിൽ അർത്ഥമല്ല. മേ ബി ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാതെ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ ക്വാളിഫൈ ആയ ഒരാളെ എനിക്കറിയാം കേട്ടോ, എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരാൾ ക്വാളിഫൈ ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ എന്നോട് ആ ചേച്ചി പറഞ്ഞത് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോ. ആ ചേച്ചിക്ക് സിമ്പിളായിട്ട് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയോട് ധൈര്യമായിട്ട് പഠിച്ചു തുടങ്ങിക്കോ, ഒരു കുഴപ്പമില്ല എന്നാണ് ചേച്ചി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചേച്ചി അത്യാവശ്യം പഠിപ്പിയായതുകൊണ്ടായിരിക്കും, എനിക്കറിയില്ല എന്തുകൊണ്ട് ചേച്ചി കിട്ടിയില്ല. ചേച്ചി അത്രയും ചേച്ചി ചിലപ്പോൾ ആ ഒരു ഡിഗ്രി ലെവൽ എക്സാമിനെ കണ്ട രീതി ചിലപ്പോൾ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ എന്തോ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഡിഗ്രി ലെവൽ ഇപ്പോൾ കിട്ടിയിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വന്നിട്ട് നിങ്ങൾ ഡിഗ്രി ലെവലും ഇങ്ങനെ കണ്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇരുന്ന് സൈരത്തിൻ്റെ ക്ലാസ് കാണുന്നത് തെറ്റല്ലേ? പിന്നെ പലരും ചോദിച്ചിരുന്നു ഞാൻ ഏതൊക്കെ മീൻസ് ഡിഗ്രി ലെവൽ എക്സാംസിന് എങ്ങനെയൊക്കെയാണ് പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ചു. പക്ഷേ അത് എനിക്കിവിടെ പറയാൻ അത്ര കോൺഫിഡൻസ് ഇല്ല. കാരണം ഞാനിപ്പോൾ അത് ക്വാളിഫൈ ആയ ഒരാളല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്, അങ്ങനെ പഠിക്കേണ്ടത് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥമില്ല. ഇപ്പം 10th ലെവൽ എക്സാംസ് ഞാൻ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ആ എക്സാമിന് പാറ്റേണും കാര്യങ്ങളൊക്കെ എനിക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞാൻ ഭയങ്കര അടിപൊളിയാണ്, പെർഫെക്റ്റ് ആണ് എന്നൊന്നും പറയുന്നില്ല. പക്ഷേ കുഴപ്പമില്ലാന്ന് എനിക്ക് ആ എക്സാമിനെ കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആവും എന്നുള്ളൊരു കോൺഫിഡൻസിലാണ് ഞാൻ വന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയണത്. പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇങ്ങനെയല്ല പഠിക്കേണ്ടതെന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ പഠിക്കാം. ഓക്കെ. പിന്നെ എന്തെങ്കിലും ചേഞ്ചസ് മീൻസ് അതൊന്നൊക്കെ ഫുള്ളി നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ചില ടീച്ചേഴ്സിൻ്റെ ക്ലാസ്സസ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. എനിക്ക് നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് അതായത് യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എന്താ അതായത് ചില സബ്ജക്റ്റൊക്കെ, അത് ഞാനിപ്പോൾ ഏതാണ് സബ്ജക്റ്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും മനസ്സിലാവും. അത്രയും അതായത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് ഒരു സാറുണ്ട്. അതായത് ആ സാറിൻ്റെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിനുണ്ടല്ലോ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ദൈവമേ എത്രങ്ങാനും കമൻസാണെന്നറിയോ. അത് സാറിൻ്റെ ക്ലാസ് സൂപ്പർ, സാറിൻ്റെ ക്ലാസ് അല്ലാതെയൊന്നും വേറെ കാണാൻ പറ്റുന്നില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര കമൻസ്. പക്ഷേ എനിക്കെന്തോ സാറിൻ്റെ ക്ലാസ് പറ്റണില്ല. അപ്പം എന്താ എനിക്ക് അതായത് നിങ്ങൾക്ക് പറ്റണ സാധനം എനിക്ക് പറ്റണമെന്നില്ല, എനിക്ക് പറ്റുന്നത് നിങ്ങൾക്ക് പറ്റണമെന്നില്ല. അപ്പം അത് എല്ലാം ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള മീൻസ് എല്ലാവർക്കും ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ മീൻസ് ഒരു കാര്യത്തിനെ കുറിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആയിരിക്കും ഉണ്ടാവുക. അതിനൊക്കെ ഞാൻ മാനിക്കണം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അപ്പം എന്താ ഈ പൈസ ഇല്ല അല്ലെങ്കിൽ ഫണ്ട് ഇല്ലാത്തത് കൊണ്ട് പഠിക്കാൻ പറ്റണില്ല എന്നുള്ളതൊന്നും നിങ്ങൾ ചിന്തിക്കരുത്. യൂട്യൂബ് എന്നുള്ളത് ഒരു വലിയ സോഴ്സാണ്. അത്രയും സംഭവങ്ങൾ നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. പിന്നെ ഒരു കാര്യം നിങ്ങളടുത്ത് പറയാനുള്ളത്, യൂട്യൂബാണ് ഇതിൽ PSC ക്ലാസ്സസ് മാത്രമല്ല അവൈലബിൾ, പല കാര്യങ്ങളും ഇതിൽ അവൈലബിൾ ആണ്. പലതെന്ന് പറയുമ്പോൾ എന്താ പല കുറ്റങ്ങളും കുറവുകളും അതേപോലെ തന്നെ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ യൂട്യൂബിൽ പലരും വന്ന് ചർച്ചാ വിഷയങ്ങളാക്കാറുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ ക്ലാസ് കണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഓരോ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും ഇതിനെ കുറിച്ചൊക്കെ വന്നു കഴിഞ്ഞ് നമ്മൾ അതിലേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ മോശമാണ്. ഓക്കെ. നമ്മുടെ സമയമാണ് പോവുക. അവർക്ക് എന്താ അവർക്ക് അതുകൊണ്ട് നിങ്ങളിപ്പോൾ കാണുന്നതുകൊണ്ട് ഗുണം തന്നെ ഉണ്ടാവുള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഏതൊരു വീഡിയോ കാണുന്ന സമയത്തും അവർക്ക് അതുകൊണ്ടുള്ള മെച്ചം തന്നെ ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾ ആരുടെ കുടുംബ വഴക്ക് കണ്ടാലും കേട്ടാലും അതേപോലെ തന്നെ വേറെ എന്ത് ന്യൂസ് കേട്ടാൽ, ഇപ്പോൾ ന്യൂസൊന്നും കാണരുത് എന്നല്ല ഞാൻ പറയണത്. പക്ഷേ അനാവശ്യമായിട്ട് നമുക്ക് അനാവശ്യമാണ് എന്ന് തോന്നേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ, അതായത് നമ്മളെ ബാധിക്കുന്ന കാര്യം മാത്രമേ നമ്മൾ ഇടപെടാൻ പാടുള്ളൂ എന്നൊന്നും ഞാൻ അങ്ങനത്തെ ഒരു അഭിപ്രായമുള്ള ഒരാളല്ല. പക്ഷേ ഒരു തരത്തിലും നമ്മൾ കേൾക്കേണ്ടാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പോയി കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അതായത് ഒരു കുടുംബത്തിൽ നമ്മൾ പോയി എന്താ യൂട്യൂബിനെ ഞാൻ ചില സമയത്ത് ഇങ്ങനെ വഴിതെറ്റി അതിലേക്ക് എത്താറുണ്ട്. എന്നാൽ പോലും ഞാൻ ഇങ്ങനെ പറയാം, അതായത് ഒരു തരത്തിലും നമ്മളൊരു തരി ബാധിക്കാത്ത ഏതൊക്കെയോ കുടുംബങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും നമ്മൾ ഒട്ടിരുന്ന് കാണേണ്ട ആവശ്യമില്ല. അപ്പം ഞാന് ആദ്യമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അങ്ങനത്തെ യൂട്യൂബ് ചാനലിലേക്കൊക്കെ എൻ്റെ കൈ ഇങ്ങനെ അറിയാതെ പോവായിരുന്നു. ഞാനിപ്പോൾ എല്ലാം ചെന്നിട്ട് നോട്ട് ഇൻട്രസ്റ്റഡ് കൊടുത്ത് അങ്ങനെ പോവാണ് ചെയ്യുന്നത്. മാക്സിമം യൂട്യൂബിൽ അതായത് തുറക്കണ സമയത്ത് തന്നെ ഫീഡിൽ തന്നെ എപ്പോഴും എന്താ PSC റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ് വരാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. കാരണം എന്താ പറയുക, ഇങ്ങനെ ചെറിയ ചെറിയ ഡിസ്ട്രാക്ഷൻസ് മതി. നമ്മൾ ചിലപ്പം ഒന്ന് ജസ്റ്റ് അറിയാതെ കൈയിട്ട് കൊള്ളുന്നതായിരിക്കും. പിന്നെ അതിൽ എന്താ ഇപ്പോൾ ഇതിൽ പറയുന്നത് നോക്കിയിട്ട് ഇങ്ങനെ കാണുമായിരിക്കും. ഈ പണ്ടത്തെ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവുന്നുണ്ടെങ്കിൽ പണ്ടൊക്കെ ഈ സീരിയൽ കാണില്ലേ, ഈ അമ്മമാരൊക്കെ എൻ്റെ അമ്മൂമ്മയൊക്കെ പണ്ട് സീരിയൽ കാണുന്നുണ്ട്. അമ്മമ്മ സീരിയൽ കാണുന്ന സമയത്ത് ഇങ്ങനെ ഫസ്റ്റ് വന്നിട്ട് ഒരു സീരിയലായിരിക്കും തുടങ്ങുക. അപ്പം ഇങ്ങനെ കണ്ട് ഇങ്ങനെ വരും. ഒരു ദിവസം ഇഷ്ടമാവും. പിറ്റേ ദിവസം എന്താ ചെയ്യുക വെച്ചാൽ 7 മണിക്ക് തുടങ്ങേണ്ട ഒരു സീരിയൽ ചിലപ്പോൾ ഒരു 6:55 ആയിരിക്കും കണ്ടു തുടങ്ങുക. അപ്പോൾ 6:55 വേറൊരു സീരിയൽ ഉണ്ടാവും. ആ സീരിയൽ കണ്ട് മീൻസ് അതിൻ്റെ ലാസ്റ്റത്തെ ഒരു സീനാവുമല്ലോ കാണുക. അപ്പോൾ അതായത്
നമ്മള് എന്ന് വന്നിട്ട് എന്താ ഒരു സീരിയലിലെ ലാസ്റ്റത്തെ സീനാ കാണുന്നത്. ചിലപ്പോ ഇതൊരു ഇൻട്രസ്റ്റിംഗ് പോയിന്റിലായിരിക്കും അത് നിക്കുക. അപ്പൊ നമുക്ക് പിറ്റേ ദിവസം ആ സീരിയലിലെ ഫസ്റ്റ് മുതലുള്ള ഭാഗം എന്താ കാണണമെന്ന് തോന്നും. അപ്പൊ നമ്മൾ 6:30 മുതൽ ഇരിക്കാൻ തുടങ്ങും. എന്നിട്ട് 7:30 വരെ നമ്മുടെ ടൈം ബ്ലോക്ക്ഡ് ആയി. അപ്പോഴായിരിക്കും നമ്മളൊരു 6:25-നുള്ള ഒരു സീരിയലിന്റെ ഒരു ഭാഗം കാണുന്നുണ്ടാവുക. അപ്പൊ നമ്മൾ 6 മണി മുതലേ ബ്ലോക്ക്ഡ് ആയി. അങ്ങനെ ബുക്ക്ഡ് ആയി നമ്മൾ ചിലപ്പോൾ അത്രയും ടൈം ഫുള്ളായിട്ട് പോകും. സീരിയലിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതേപോലെ തന്നെയാവും നമ്മൾ കാണുന്ന ഓരോ കണ്ടന്റുകളും. നമ്മൾ ചെല്ലുമ്പോൾ അതില് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ അറിയാതെ പോയി പെടുന്നതായിരിക്കും. പിന്നെ നമ്മൾ മണിക്കൂറുകൾ അല്ല യൂട്യൂബിലും ഒക്കെ പോയി മീൻസ് ഓരോ ചാനലിലൊക്കെ ചെന്ന് പെടും. അപ്പൊ അങ്ങനത്തെ പരിപാടിക്കൊക്കെ നിക്കണ്ട ട്ടോ. എന്താ മീൻസ് നമ്മള് നമുക്ക് ഇതൊക്കെ ജോലി കിട്ടിയാലും അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട നമ്മൾ ആഗ്രഹിച്ച ഒരു ലിസ്റ്റിലൊക്കെ കയറിയതിന് ശേഷം നമുക്ക് ഇതൊക്കെ ചെയ്യാം. ജോലി കിട്ടും എന്ന് ഉറപ്പായതിന് ശേഷം നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതിലൊന്നും ഒരു പരിധി ആരും വെക്കുന്നില്ല. ഇതൊക്കെ നമുക്ക് അത്രയും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഇനി ഫ്യൂച്ചറിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമുക്ക് ഇരിക്കാം ട്ടോ. പിന്നെ അത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം പരിഗണിക്കുക. പിന്നെ എന്തെങ്കിലും അഭിപ്രായം നിർദ്ദേശങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇനിയിപ്പോൾ അങ്ങനെ പറ്റില്ല, നിങ്ങൾക്ക് പേഴ്സണലി എൻ്റെ അടുത്ത് എന്തെങ്കിലും പറയണം, അങ്ങനെ എന്തെങ്കിലും ഇപ്പോൾ യൂട്യൂബിൽ പറയാൻ പറ്റാത്ത എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഞാൻ ചേഞ്ച് ചെയ്യേണ്ട കാര്യം നിങ്ങൾക്ക് നേരിട്ട് പറയാൻ പറ്റില്ല എന്നുണ്ടെങ്കിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ നമുക്ക് ഇതേ പേരിൽ, അത് നമ്മുടെ യൂട്യൂബ് ചാനൽ അതേ പേരിൽ ഒരു VS യാത്ര എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ചാനലല്ല അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ വേണമെങ്കിലും അറിയിക്കാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. എല്ലാവരും നല്ലോണം ഇരുന്ന് പഠിക്കാം. ഒരുപാട് അവസരങ്ങൾ വരുന്നുണ്ട്. വരുന്ന വർഷങ്ങളൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ട്. പിന്നെ എനിക്കറിയാം ഒരുപാട് ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നത് ചിലപ്പോൾ നിങ്ങളെല്ലാം ഒരു നെഗറ്റീവ് അടിച്ചിരിക്കുകയായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ തന്നെ ഉൾപ്പെട്ട ലിസ്റ്റിനെ കുറിച്ചായിരിക്കും ഇപ്പോൾ ന്യൂസുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കും. എനിക്കറിയാം നല്ല വിഷമമുള്ള കാര്യമാണ്, എനിക്കറിയാം. അപ്പം അതിൽ ഇപ്പം നമുക്ക് മീൻസ് ഇപ്പം ഒരുപാട് പേര് അതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഒരുപാട് പേര് ഇതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. സമരങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം ആവുന്നതിന് നമുക്ക് വിചാരിക്കാം. പിന്നെ ഇതൊന്നും നിങ്ങളുടെ പഠനത്തിനെ ബാധിക്കരുത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാം ഒരു സമയത്ത് പെട്ടെന്ന് ശരിയായി കഴിഞ്ഞാൽ നമ്മള് ഇപ്പോൾ ഇത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ഉള്ള പ്രശ്നമാണ് ഞാൻ പറയണത്. ഇപ്പൊ നമ്മളിത് അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കിത് വീണ്ടും തുടങ്ങുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇത് അവസാനിപ്പിക്കാതെ മെല്ലെ മെല്ലെ കണ്ടിന്യൂ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത്. അപ്പോൾ ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണണ്ട എന്നുള്ളതല്ല ഞാൻ പറയണത്. നമുക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാവുന്ന ന്യൂസ് തന്നെയാണ്. പക്ഷേ ഇത് നിങ്ങളെ പഠനത്തെ സ്റ്റോപ്പ് ചെയ്യുന്ന തരത്തിൽ നിങ്ങൾ എത്തിക്കരുത് എന്നാണ് ഞാൻ ആഗ്രഹിക്കണേ കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.